എല്ലാവർക്കും നമസ്കാരം. ഒരു കാലഘട്ടം ഇവിടെ പുനർജനിക്കുകയാണ്. ഇംഗ്ലീഷില് ഡോക്ടർ ജോൺസനെ പറ്റി പറയുമ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ആധികാരിക ശബ്ദമായിട്ട് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് കാണുന്നത് ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു കൃതിയാണ്. 52 കവികളുടെ ജീവചരിത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സാധാരണ ഒരു ജീവചരിത്രമല്ല, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിമർശകൻ കവികളെ നോക്കിക്കാണുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് ജെയിംസ് ബോസ്വെൽ ആണ്. അത് ഇംഗ്ലീഷിലൊരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. ദി ബോസ്വെൽ ഓഫ് സംബഡി. ഏതെങ്കിലും ഒരു കൃതിയെ പറ്റി ഏതെങ്കിലും ഒരു ആധികാരികമായ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ബോസ്വെൽ എന്നാണ് നമ്മൾ പറയുന്നത്. ആ രീതിയിലേക്ക് ജീവചരിത്രത്തെ ഒരു വലിയ സൃഷ്ടിപരമായ ഒരു സാഹിത്യ രചനാ സംവിധാനമാക്കി മാറ്റിയ വ്യക്തിയാണ് ജെയിംസ് ബോസ്വെൽ. അതുപോലെ മലയാള സാഹിത്യത്തില് തന്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ഒന്നാം തരമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നയാള്, സർവോപരി നർമ്മത്തിന്റെ ഒരു വലിയ എന്താ പറയാ ഒരു ഉറവയാണ് രഘുസാറ്. ഞാൻ കേട്ട ഏറ്റവും വലിയ നർമ്മം രഘുസാറിൽ നിന്നാണ് ഒരുപാട്. പിന്നീട് ജയരാജേട്ടൻ തന്നെയാണ്. പക്ഷെ ഇതിന് മറ്റൊരു തലത്തിലുള്ള ഒരു നർമ്മം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമ്മൾ പോകുമ്പോൾ ഭാഷയുടെ ഒരു സൗന്ദര്യവും, മലയാള ഭാഷ ഇത്രയും സൗന്ദര്യത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരൻ, അത് ആദിമ കൃതികൾ മുതലായാലും അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ തൊട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള വിജയകീഷു വൈലോപ്പള്ളി വരെയുള്ള ആ ഒരു രചനാ സമ്പ്രദായത്തില് മലയാള ഭാഷയുടെ സൗന്ദര്യം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജെയിംസ് ബോസ്വെലിന്റെ കാര്യം പറഞ്ഞതുപോലെ, മലയാളത്തില് എണ്ണപ്പെട്ട 2 ജീവചരിത്രങ്ങൾ, ഒന്ന് മുക്തകണ്ഠം വിക്കയ്യൻ, മറ്റൊന്ന് വിജയകീഷു വൈലോപ്പള്ളി. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം അത്ര പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമല്ല. ഇതൊരു ജീവചരിത്രം എന്നതിനേക്കാൾ ഉപരി ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു പോസ്റ്റ് മോഡേൺ ഫിക്ഷൻ ആയിട്ടാണ് തോന്നിയത്. സാമ്പ്രദായികമായ ജീവചരിത്ര രചനാ രീതികളെ ഒക്കെ അതിലംഘിച്ചുകൊണ്ട് ഒരു സാഹിത്യകാരൻ തനിക്ക് വളരെ അറിയാവുന്ന, വളരെ അടുത്തറിയാമായിരുന്ന, വളരെ പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളുള്ള കവിതയിൽ അതുവരെ നിലനിന്നിരുന്ന പല സമ്പ്രദായങ്ങളെയും ധൈര്യപൂർവ്വം വെല്ലുവിളിക്കുക മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ കൂടി, അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ഭാഗം ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്പ്രസ് ദിനപത്രം, അതിന്റെ എഡിറ്റർ രഘുസാറിന്റെ അച്ഛൻ ശ്രീ കരുണാകരൻ നമ്പ്യാർ സാറാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നട്ടലുള്ള ഒരു പത്രാധിപരായിരുന്നു. ആ വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അന്നിന്റെ എക്സ്പ്രസ് പത്രത്തിന്റെ എഡിറ്റോറിയൽ കോളം ശൂന്യമായിട്ട് ഇട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ആ ഒരു വലിയ അടിച്ചമർത്തലിന് വളരെ മനോഹരമായിട്ടാണ് സാർ ആ ഒരു ഭാഗമൊക്കെ എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും, നെഹ്റുവിനെ പറ്റിയും, ഇന്ദിരാഗാന്ധിയെ പറ്റിയും, ഇന്ത്യൻ ഭരണഘടനയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വകുപ്പുണ്ടെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നൊക്കെയുള്ള വളരെ മനോഹരമായ രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ വൈലോപ്പള്ളി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കവിത കൊടുക്കുന്നുണ്ട്. അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ടല്ല പോകുന്നത്, മടിയിൽ വെച്ചുകൊണ്ടാണ്. കാര്യം അവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാനായിട്ട് രഹസ്യ പോലീസ് അവിടെ ഉണ്ട്. അപ്പോൾ കരുണാകരൻ നമ്പ്യാർ സാർ പറയുന്നുണ്ട്, മാഷ് ഇങ്ങോട്ട് വന്ന് വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വൈലോപ്പള്ളി പറഞ്ഞു, അങ്ങനെയല്ല, എനിക്കത് എഴുതാതിരിക്കാൻ പറ്റില്ല എന്നുകൊണ്ടൊരു കവിത കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കവിത അതുപോലെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നില്ല. സെൻസറിങ്ങിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കവിയുടെ ജീവചരിത്രം എന്നതിനേക്കാൾ ഉപരി ഒരു കാലഘട്ടത്തെ എങ്ങനെ സാഹിത്യകാരന്മാർ കണ്ടു എന്നതിനെ പറ്റിയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അടിയന്തരാവസ്ഥയുടെ ആ ഒരു കാലഘട്ടത്തില് പല ആൾക്കാരും ഖദറിനെ പറ്റി എഴുതുന്നവരുണ്ട്. വലിയ വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് അവരുടെ യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പിന്നീട് കൃഷിയെ പറ്റിയൊക്കെ എഴുതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ഒരു കവി എന്ന രീതിയിലായാലും, ഒരു വ്യക്തി എന്ന രീതിയിലായാലും, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന രീതിയിലായി കഴിഞ്ഞാലും തന്റെ രാഷ്ട്രീയ ബോധത്തെ വളരെ കൃത്യമായ രീതിയിൽ നിർവചിക്കാൻ വൈലോപ്പള്ളി കാണിച്ച ആ ഒരു സത്യസന്ധതയും ആ ധൈര്യത്തെയും അതിന്
കൂടെ അതിന് എല്ലാവിധ പ്രോത്സാഹനവുമായിട്ട് നിന്ന് എന്നാൽ ഒരു മുന്നറിയിപ്പിന്റെ ഭാഷ കൂടി കൊടുത്ത കരുണാകരൻ നമ്പ്യാർ എന്നൊരു വലിയ പത്രപ്രവർത്തകന്റെ ഈ കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഗ്രന്ഥത്തെ പറ്റി പറയുമ്പോൾ പ്രഭാഷണ കലയിലെ ഒരു അദ്വിതീയനായിരുന്നു കരുണാകരൻ നമ്പ്യാർ സാർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് രവിസാറിന്റെ അമ്മയോട് പറയും, നിങ്ങളുടെ ഭർത്താവ് എന്നെ പല പ്രഭാഷണ വേദികളിലും നാണം കെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പ്രസംഗിക്കുകയും അങ്ങനെ എന്റെ അമ്പ് നഷ്ടപ്പെട്ട വില്ല് മാത്രമായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്നാണ് തുടങ്ങുന്നത്. തൃശ്ശൂര് ചെമ്പൂർക്കാവിൽ സാഹിത്യ അക്കാദമിയുടെ മുമ്പിൽ നാവ് നീട്ടിയ ആ ഒരു റോഡ്, ദാഹിച്ചു പോകുന്ന ഒരു റോഡ് വടക്കേച്ചിറയിലാണ് ചെന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി മറ്റൊരു അധ്യായം, രണ്ടാമത്തെ അധ്യായത്തില് മൂന്നാമത്തെ അധ്യായത്തിലാണ് സൈക്കിൾ എന്ന വീട്ടുമൃഗം. ഇതിലെ ഓരോ അധ്യായം നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊരു പോസ്റ്റ് മോഡേൺ ഫിക്ഷന്റെ രീതിയിലേക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വായിച്ചു തുടങ്ങാവുന്നതാണ്. പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധം അല്ലെങ്കിൽ ഒരു ലൂസ് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്ത രീതിയിൽ അയഞ്ഞ ഘടനയുള്ള ഒരു നോവലിന്റെ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രം കൂടിയാണ്. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്നുള്ളതാണ്. മറ്റൊന്നിതിലെ സംഭാഷണങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ കൃതിയിൽ നമ്മൾ കാണാവുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മലയാള ഭാഷയുടെ സൗന്ദര്യം, അതോടൊപ്പം തന്നെ ഈ സംഭാഷണത്തിൽ പലതരത്തിലുള്ള സംഭാഷണമുണ്ട്. പെരിന്തൻ മാഷും എം പി ശങ്കുണ്ണി നായരുമായിട്ട് വൈലപ്പള്ളി മാഷെ കാണാൻ പോയ ഒരു ഭാഗം ഇതിനകത്തുണ്ട്. അപ്പൊ എം പി ശങ്കുണ്ണി നായർ ചത്രവും ചാവരും ഒക്കെ എഴുതി വളരെ പ്രസിദ്ധനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം അദ്ദേഹവും എഴുതിന്റെ മാഷ് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നാരായണ പിഷാടി മാഷെ കാണാനായിട്ട് വന്നു. അപ്പോ വൈലപ്പള്ളി കണ്ടിട്ടില്ല, കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതിന്റെ മാഷ് പറയുന്നുണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എം പി ശങ്കുണ്ണി തന്നെ പറഞ്ഞു, ഞാനും അത് തന്നെയാണ്. പിന്നീട് രണ്ടുപേരും കൂടി അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നു. ഗേറ്റ് തുറന്നിട്ടില്ല. മാഷ് വൈകുന്നേരം നടക്കാൻ പോയിരിക്കുകയാണ്. കുറെ കഴിഞ്ഞു, ഇരുട്ടായി. മാഷ് വന്നു. എന്താണ്, ആരാണ്? കാണാൻ വന്നതാണ്. എം പി ശങ്കുണ്ണി നായരാണ് എന്ന് പറഞ്ഞു. പെരുക്ക് സാർ അതിനകത്തൊരു ഹൈഫിനിട്ടിട്ട് ഒരു വരി എഴുതുന്നുണ്ട്. ഇത്ര ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് എം പി ശങ്കുണ്ണി നായർ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം അതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗേറ്റ് തുറന്ന് മാഷ് അവിടെ ചെന്ന് കയറി. എം പി ശങ്കുണ്ണി നായർ കയറി വന്നു. അപ്പൊ ഇതിൽ രണ്ടുപേരല്ലേ വന്നത്. ഒരാളെന്തി എം പി ശങ്കുണ്ണി നായർ ഇരിക്കും. അപ്പൊ ഇതിന്റെ മാഷ് പറഞ്ഞു, ഇല്ല, ഞാൻ എം പി ശങ്കുണ്ണി നായരല്ല, ശങ്കുണ്ണി നായർ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി പുറത്തു പോകുന്നു. ഞാനിവിടെ നോക്കിയിട്ട് വരാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താ ഇങ്ങനെ, അത് വൈലപ്പള്ളി മാഷെ കാണാൻ വന്നിട്ട് കാണാതെ പോയത് എന്താണ്? അല്ല, നമ്മൾ എന്തിനാ വന്നത്? വൈലപ്പള്ളി മാഷെ കാണണം. കണ്ടു. താൻ കണ്ടില്ലേ? കണ്ടു. പിന്നെന്തിനാ അവിടെ നിൽക്കുന്നത്? പിന്നീട് വൈലപ്പള്ളി മാഷ് അദ്ദേഹത്തെ കാണുമ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓരോ എപ്പിസോഡ്, പിന്നെ അദ്ദേഹം ഈ കവിത എഴുതിക്കാൻ പോയതും അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ വിശദമായ രീതിയിലുള്ള ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വൈലപ്പള്ളിയുടെ കവിതകളെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മാമ്പഴത്തെ പറ്റി പറയുന്നുണ്ട്, കണ്ണീർപ്പാടത്തെ പറ്റി പറയുന്നുണ്ട്, സഹ്യന്റെ മകൻ എന്ന ആ കവിതയെ പറ്റി പറയുന്നുണ്ട്. വൈലപ്പള്ളിയുടെ വിമർശകന്മാരില് വൈലപ്പള്ളിയുടെ കൃതികളെ ഒരു സൈക്കോളജിക്കൽ ഫ്രോയിഡിയൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് വളരെ ആഴത്തിൽ വിലയിരുത്തിയിട്ടുള്ളത് എം എൻ വിജയൻ മാഷാണ്. അതിന് അനുകൂലവും ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം തന്നെയാണ്, യാതൊരു സംശയമില്ല. സാക്ഷാൽ മുണ്ടശ്ശേരി മാഷ് വീടിനേക്കാൾ വലിയ പഠിപ്പുര എന്ന് പറയത്തക്ക രീതിയിലുള്ള ആമുഖമൊക്കെ എഴുതിയിട്ടുണ്ട് എന്നത്. അപ്പൊ അവര് അവതാരികയില്ല, അവർ കൃതിയുടെ വിമർശനത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ രവി സാർ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഈ സഹ്യന്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ ആനയുടെ ഒരു കാര്യം, അത് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ഫ്രോയിഡിയൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് എം എൻ വിജയൻ മാഷ് പറയുമ്പോൾ ഉള്ളിലുള്ള ഒരു ലിബിഡോ ആണ്. അത് നമ്മുടെ ഒരു ഈഗോയെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ ഒരു ലിബിഡിനൽ ആർജ് പുറത്തു വരാമെന്ന രീതിയിലും അത് തന്നെയാണ് മനുഷ്യന്റെ രീതി. അപ്പൊ ഈ ഒരു ആനയുടെ സിമ്പൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആ ഒരു ബേസിക് ഇൻസ്റ്റിങ്, ആ ഒരു പ്രാർത്ഥനമായ ചോദനകളാണ് അതിനകത്തുള്ളത്. അത് രതിഭാവമാണെന്നുള്ള രീതിയിലാണ് ആ കൃതിയുടെ ഒരു വ്യാഖ്യാനം പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ കവിത എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ രവിസാർ ഈ പുസ്തകത്തിൽ പറയുമ്പോൾ സഹ്യന്റെ മകൻ വൈലോപ്പിള്ളി തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇതിൽ സ്ഥാപിക്കുന്നത്. മൗലികമായ ഒരു നിരീക്ഷണമാണ് അത്. കാര്യം എപ്പോൾ ഇടയുമെന്ന് പറയാൻ പറ്റാത്ത ഒരു ആനയായിരുന്നു വൈലോപ്പിള്ളി. ഏത് നിമിഷം വേണമെങ്കിലും അപ്രവചനീയതയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു സവിശേഷം. എപ്പോൾ വേണമെങ്കിലും അത് മാറാമായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് അക്കാദമിയിൽ നടന്ന
കവിത, ഒരു കവിസമ്മേളന കവിയരങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. എല്ലാവരും കവിതയൊക്കെ വായിച്ച് വെല്ലപ്പള്ളി മാഷ് പെട്ടെന്ന് ഇറങ്ങുകയാണ്. എന്തായാലും ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് എല്ലായിടവും പോയി ഇരുന്നാൽ മതി, എനിക്കിവിടെ പോയിട്ട് വേണം പാചകം ചെയ്യാനായിട്ട് തന്നെ. അപ്പൊ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു കാര്യം കൂടി, പിന്നെ പച്ചക്കറി വാങ്ങിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് തന്നെ. വളരെ രസകരമായിട്ടുള്ളതാണ്. കടയുടെ മുമ്പിൽ ഒരു പച്ചക്കറി കടയുണ്ട്. അവിടെ ഒരു പയ്യൻ, അപ്പൊ മാഷ് അത് എടുക്കുന്നത് ഓരോന്നും എടുത്ത് വളരെ നോക്കിയാണ്. അത് പയ്യനാണെങ്കിൽ അത് പറഞ്ഞത്, എന്താ മാഷ് ഇത്ര കാര്യമായിട്ട് നോക്കാൻ? മാഷ് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണം തൂക്കുന്നത് പോലല്ലേ ഓരോ പച്ചക്കറി എനിക്ക് തൂക്കി തരുന്നത്. നീ വീട്ടിലെ ഇതിന്റെ കഷ്ണം എറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതിന്റെ കഷ്ണം എറിയുന്നുണ്ട്. അപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് എനിക്കറിയാം. അപ്പോൾ അത് വളരെ കൃത്യമായ രീതിയിൽ, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഓരോ കാര്യങ്ങളും കൂടിയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അവസാന ഘട്ടത്തില് വെല്ലപ്പള്ളിയുടെ ശവസംസ്കാരത്തെ പറ്റി പറയുന്ന ആ ഒരു ഭാഗം, നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ ശവസംസ്കാരം തന്നെയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച, അവർക്ക് വേണ്ടി കൃതികൾ എഴുതിയ, അവരുടെ ജീവിതത്തിന് തന്റെ ജീവിതത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത ആ ഒരു മഹാകവിയുടെ അന്ത്യം അദ്ദേഹം അർഹിക്കുന്ന രീതിയിലായിരുന്നോ എന്നുള്ളൊരു വലിയ ചോദ്യം. അവിടെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അത് പറയുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു കവിയെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ കാണുന്നത് എന്നുള്ളത്, അക്ഷരങ്ങളിലൂടെ അറിഞ്ഞ ഒരു വ്യക്തി ആർക്കൊക്കെ വേണ്ടിയാണോ നിന്നത്, അവര് എങ്ങനെയാണ് അവസാനം അദ്ദേഹത്തോട് പെരുമാറിയത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാനാവാത്തതിലുള്ള ഒരു അപമാനം മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിലെ തൊഴിലാളി വർഗത്തിന്റെ ഒരു കാര്യം, നമ്മൾ ഏറ്റവും പറയും തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവമാണ്, തൊഴിലാളി വർഗത്തിന്റെ കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ ആ ഒരു നിമിഷങ്ങളിലേക്ക് തന്നെ അവരുടെ ആ ഒരു തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രം കടന്നു വരുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം മാത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ മുഴുവൻ അപമാനമായിരുന്നു. പിന്നീട് അത് എന്ത് സംഭവിച്ചു എന്ന് സാർ അവിടെ എഴുതുന്നില്ല. മാതൃഭൂമിയിൽ അത് പത്രത്തിൽ ആ ഒരു വാർത്ത വന്നു എന്നുള്ളിടത്ത് അത് നിർത്തുന്നുണ്ട് എന്നാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കാനുള്ള ഒരു കാര്യം, അതിനെപ്പറ്റി 1-2 കവിതകൾ എഴുതിയിരിക്കാം. സച്ചിദാനന്ദൻ അതിനെ കൂടിയൊക്കെ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് നടന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇനിയുള്ള പതിപ്പുകളിൽ അതും കൂടെ വന്നിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂമികയെ ബാധിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്ന ആ ഒരു കാര്യം കൂടി ഉണ്ട്. അത് മാത്രമാണ് ഒരു അപൂർണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലയാളത്തിന് എണ്ണപ്പെട്ട 2 ജീവചരിത്രങ്ങൾ ഉൾപ്പെടെ, എണ്ണം പറഞ്ഞ നോവലുകൾ ഉൾപ്പെടെയുള്ള കൃതികൾ സംഭാവന ചെയ്ത രഘു സാറ്, അദ്ദേഹം തന്നെ പറഞ്ഞു പ്രായമായി, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് കടക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോൾ എഴുത്തിന്റെ നിറയൗവനത്തിൽ തന്നെയാണ്. ധാരാളം കൃതികൾ ഒന്നിന് പുറകെ, വെറും കൃതികളല്ല, എണ്ണപ്പെട്ട കൃതികൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് തുടങ്ങി ഒരു അരുവി പോലെ ചെറുതായിട്ട് തുടങ്ങി പിന്നെ ഒരു മഹാനദിയായി മാറുന്ന ഒരു വലിയ പ്രവാഹം പോലെയാണ്. ഇതും ഒരു 4 എപ്പിസോഡിൽ തുടങ്ങിയ ഒരു കൃതിയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വലിയ ഗ്രന്ഥമായിട്ട് മാറുന്നുണ്ട്. അടുത്തത് OV വിജയനെ പറ്റിയുള്ള ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് വരാൻ പോകുന്നത് മാതൃഭൂമിയിൽ. അതും തുടങ്ങുന്നത് എങ്ങനെയായിരിക്കാം, പക്ഷെ അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയായിരിക്കും. ആ ഒരു വലിയ കൃതിക്ക് കൂടി കാത്തിരുന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഔപചാരിക